വാട്ട്സ്ആപ്പ് പീപ്പിൾ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട മാതിരിയും നിങ്ങൾ ടൈറ്റിൽ കണ്ട മാതിരി തന്നെ ചെറിയൊരു മന്തിക്കുള്ളൊരു ചെറിയൊരു അടുപ്പ് സെറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ പർപ്പസ് മന്തി അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ മന്തിയുടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു അടയാളത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ, അത്ര ഇഞ്ചിലോളം നമ്മൾ ചെളിയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ബേസ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നല്ലോണം ചൂട് നിൽക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉപ്പ്, കല്ലുപ്പാണിത്. കല്ലുപ്പ് ഇത് നമ്മൾ ഒരു പാക്കറ്റിന് 10 രൂപ വെച്ചുള്ളൂ. ഇനി അത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഈ ചെളിയിലേക്ക് നമ്മളിട്ട് നല്ലോണം മിക്സ് ചെയ്യും. നമ്മൾ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഈ ചെളിയും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബേസ് നമ്മളതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 8 ഇഞ്ചോളമാണ് നമ്മൾ ബേസ് അതിൻ്റെ ഫുള്ള് ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ വെക്കുന്നത്. അപ്പോൾ നല്ലോണം തീയൊക്കെ ആയിക്കഴിഞ്ഞാൽ അടിയിൽ നല്ലോണം ഇങ്ങനെ ചൂടായി നിൽക്കും. ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾ പർപ്പസ് സംഭവമാണ്. ഇത് കുറേ നാളത്തെ ഒരു അധ്വാനമാണ്. ഇതിൻ്റെ ഫുൾ ഐഡിയ ഡാഡിയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപ്പും ചെളിയും ഇവിടെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്താണ്. 3 പാക്കറ്റ് ഉപ്പ് പൊട്ടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. മിക്സ് ആയതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള ഇതുകൊണ്ട് ഇടും. ഈ ഒരു ക്രിസ്റ്റൽ ഉപ്പാണ്. കല്ലുപ്പ് നമ്മൾ ഇത് 1 കിലോ വെച്ചുള്ള പാക്കറ്റാണ്. ഇപ്പോൾ തന്നെ 3 കിലോ ഇട്ടു. 5 കിലോ ആണ് നമ്മൾ ഇടുന്നത്. ഇതിലിപ്പോൾ 1 കിലോ പാക്കറ്റിന് 10 രൂപ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബേസ് ഉപ്പും ചെളിയും കൂടി മിക്സ് ചെയ്ത ബേസ് നമ്മൾ ഇതിലേക്ക് ഇട്ടു. നമ്മൾ അതിൻ്റെ വെച്ച് നമ്മളതിൻ്റെ ഒരു അളവ് നോക്കിയാണ്. കത്തിക്കുമ്പോൾ അടിയിൽ നല്ല ചൂട് നിൽക്കും അല്ലേ? ഈ കുറച്ചും കൂടി ഹൈറ്റിൽ നിൽക്കണം അല്ലേ? ഇതിന്റെ മുകളിൽ ഇനി സിമെന്റ് കൂടി ഇടും അല്ലേ? അപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മളൊരു കോട്ട് സിമെന്റും കൂടി ഇടും. അതിന് ശേഷമാണ് നമ്മൾ ഈ സൈഡിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത്. ശരിക്കും നേരത്തെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയ നമ്മൾ ആ ഒരു ചെളിയും ആ കല്ലുപ്പും കൊണ്ടുള്ള ഒരു മിക്സ് തന്നെയാണ് സൈഡിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത്. എന്നാൽ ആ ചൂടൊക്കെ ഫുള്ള് ഇങ്ങനെ കവറായി നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ മഴയ്ക്കുള്ള ചെറിയൊരു കോളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് മൂടിയിടണം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയതൊക്കെ ഉള്ളതിലാണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2ാമത്തെ ദിവസം. നേരത്തെ ഒരു ദിവസം നമ്മൾ ഈ കുഴി കുത്തി എന്നുള്ളൊരു ഇതുണ്ട്, അത് നമ്മൾ എടുത്തില്ല വീഡിയോ. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇത്. അവിടെ നമ്മൾ ചെറിയൊരു പൈപ്പ് വയ്ക്കുന്നുണ്ട് അല്ലേ? ആ പൈപ്പ് എന്തിനാ വേണ്ടിയാ? ആ പൈപ്പ് വെച്ചിട്ട് അതിന് മീതെയാണ് ഇത് ഫുൾ കവർ ആവുന്നത്. എല്ലാം ഇതതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റ് നമ്മൾ എടുക്കും. ചെടികളുടെ ഇടയിൽ ഇത് മഴ തുടങ്ങി. വെള്ളം പറ്റാൻ സിമെന്റ് അല്ല, പൊടി അതൊക്കെ വെള്ളം രീതിയിട്ട്
സിമെൻറ്റും മണ്ണും കൂടി നല്ല മിക്സ് ചെയ്തല്ലേ. അതിന് ബേസ് നമ്മൾ നേരത്തെ ഇട്ട ഉപ്പും മണ്ണും ഇട്ട് മിക്സ് ചെയ്തതിൻ്റെ ബേസിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റ് ഇട്ട് സെറ്റപ്പം കുറച്ച് സമയം എടുക്കും. ഈ മണ്ണൊക്കെ നനവൊക്കെ മാറിയിട്ട് ഇതാവാൻ അല്ലേ. നല്ല വെയിലാണ് ഇപ്പോൾ. ഈ മഴയുടെ അവസ്ഥയിൽ കുറച്ച് സമയം എടുക്കും കൂടുതൽ. നമ്മുടെ പൈപ്പ് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇതല്ലേ. നമ്മളെല്ലാം ഇത് സൈഡെല്ലാം ഫുള്ള് മണ്ണൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റ് എടുക്കും. ഇതിൻ്റെ അവിടേക്കുള്ളൊരു എയർ പാസേജും അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ല ആ കളിമണ്ണും മിക്സ് ചെയ്ത് ആ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഫുൾ പൊത്തി ഫുൾ കവർ ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇന്നത്തെ പണിയല്ല, അതിന് ശേഷം കുറേ പണിയുണ്ട്. ഈ ഫുള്ള് സിമെൻ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണം. ഈ അരികു ഭാഗമില്ലേ, ഈ അരികു ഭാഗത്ത് ഈ ഇതിനോട് ചേർന്നുള്ള ഈ മണ്ണെല്ലാം നമ്മൾ മണ്ണിൽ വെള്ളം പ്ലസ് നമ്മുടെ കല്ലുപ്പും മിക്സ് ചെയ്തിട്ടാണ് അരികു ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പിറ്റ് ലെവലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെവലില്ലേ, ഈ ലെവൽ വരെയും ഫുള്ള് ഇവിടെ നിന്ന് കെട്ടി ഇവിടെ നിന്ന് ഇഷ്ടി വെച്ച് ഫുള്ള് മണ്ണിട്ട് നേരെയാക്കിയാണ്. ഫുൾ ഡ്രൈ ആയി എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റ് എടുത്ത് മാറ്റുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൻ്റെ അവസാന ഘട്ടം. ഇനി അവിടെ കുറച്ചും കൂടി ഒന്ന് ലെവലാക്കേണ്ടത്. ആ ഭാഗത്ത് അവിടെ കൂടി മണ്ണ് ഇടണം. ഇട്ടൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. ഇന്നൊന്ന് നാളെ ആകുമ്പോഴേക്കും ഒന്ന് വലിഞ്ഞ് ഇങ്ങനെയാണ് പയ്യൻ സ്ലോയിലെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അത് അവിടെ നിന്ന് എടുത്തു കാണുന്നില്ല, ആ ഹോളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ചുറ്റും സിമെൻറ്റ് വെച്ച് സൈഡെല്ലാം തേച്ച് കത്തിക്കോ നല്ല ഇതാവും. ഇതിനുള്ളിട്ട് കത്തിക്കോ? കത്തിച്ച് ഉണങ്ങിയിട്ട് ശേഷമല്ലേ കത്തിക്കണേ? ഇന്ന് കത്തിക്കോ? ഇന്നല്ല, വെള്ളം വലിയണം അല്ലേ? സിമെൻ്റൊക്കെ തൂവി അതിന് മേലെ തേച്ച് ഒന്ന് നൈസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഉണങ്ങി അതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ തീയിട്ട് ഒന്ന് ഇതാകുമ്പോഴേക്കും കുറച്ചുകൂടി നല്ലോണം ഉറക്കും.
കണ്ടില്ലേ, ആ കാണുന്ന ആ സൈഡ് ശരിക്കും നമ്മൾ നമ്മുടെ അത് വെച്ചതിൻ്റെ ചുറ്റും നമ്മൾ ആ ഉപ്പും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതമാണ് ആ അരിക്ക് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗൈസ്, അപ്പോൾ കുഴിമന്തിയുടെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ സാധനം നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. ഹോളിട്ടില്ല, അപ്പോൾ അതിലേക്ക് നമ്മൾ കാറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്ത് ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീ കത്തിയിരുന്നു. ഇനി ഗ്രില്ലെടുത്ത് അതിലേക്ക്